ഇതിനെല്ലാം കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പാൻഡമിക്കിൽ നാം ആയിരിക്കുമ്പോൾ ഒരാത്മശക്തി പ്രാപിച്ച് പുറത്തു വരുവാൻ ഈ പ്രയർ ലൈൻ മുഖാന്തരം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഞാൻ എൻ്റെ ചെറിയ സാക്ഷ്യം പറഞ്ഞോളാം. ഞാൻ ഒരു ജാക്കോവായ കുടുംബത്തില് മാതാപിതാക്കളുടെ മൂന്നാമത്തെ മകളായിട്ട് ജനിച്ചു. എന്റെ മൂത്തൊരു 2 മക്കളുണ്ടായിരുന്നു. എന്റെ ഇളയവരും 3 പേരുണ്ടായിരുന്നു. ഞാനും എന്റെ മൂത്ത ബ്രദറും തമ്മിൽ 4 വയസ്സിന് വ്യത്യാസമുണ്ട്. ഞങ്ങൾ തമ്മിലായിരുന്നു എപ്പോഴും കൂട്ടുകാരായിട്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂട്ടുകൂടുകയും വഴക്ക് കെട്ടുകയും അടികൊള്ളുകയും അടികൊണ്ട് കരയും ഒക്കെ ചെയ്തേച്ച് വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞ ചാച്ചാന്നും പറഞ്ഞ് ഞാൻ ചെന്ന് ഞങ്ങൾ ഒന്നിച്ച് പിന്നെയും കളിക്കൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ വീടിന് തൊട്ട് ഒരു പറമ്പ്, ആൾത്താമസമില്ലാത്ത പറമ്പായിരുന്നു. അവിടെ വലിയ പാറക്കല്ലുകളും കാടും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്ത് കയറി പ്രസംഗിക്കുകയും ഏറ്റു പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ തുടക്കം. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, BU സാമുവേൽ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ. ആ പാസ്റ്റർ ഹാൻമൈക്കിൽ കൂടെ വാക്യങ്ങൾ പറയുകയും രാവിലെയും വൈകിട്ടും വാക്യങ്ങൾ പറയുകയും സന്ധ്യയ്ക്ക് അവിടെ പ്രാർത്ഥന കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ പേപ്പർ ചുരുട്ടി വായി വെച്ചും കൊണ്ട് എൻ്റെ ബ്രദർ പ്രസംഗിക്കുകയും ഞാൻ ഏറ്റു പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ കളിയായിട്ട് വന്നു. അങ്ങനെ എനിക്ക് 10 വയസ്സായപ്പോൾ ഒരു ദിവസം അവരുടെ വീട്ടില് ഒരു പാട്ട് കേട്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ നമുക്ക് അവിടെ യോഗത്തിനും പോകണം. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആദ്യത്തെ പാട്ട് കഴിഞ്ഞ് എല്ലാവരും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ആ സമയത്താണ് ചെന്നത്. ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ പാസ്റ്ററും മയക്കിൽ കൂടെ പറയുന്നത് വാക്യങ്ങൾ കേട്ടിട്ടുള്ളോ അല്ലാതെ ഞങ്ങളുടെ ഐത്തിളപ്പള്ളിയിലെ കുർബാന കണ്ടിട്ടുള്ളതും അതിന്റെ യോഗങ്ങളും സൺഡേ സ്കൂളും കൂടിയിട്ടുള്ളതും അല്ലാതെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഇരുന്ന് വൈകിട്ട് യോഗത്തിന് ചെന്നപ്പോൾ എല്ലാവരും ആത്മാവിൽ ആരാധിക്കുന്ന കണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ടായിരുന്നു, ഓമന എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 2നും 10 വയസ്സാണ്. ഞങ്ങൾ 2 പേരും ഇത് കണ്ടുകൊണ്ടിരുന്ന് ചിരിച്ചു. എല്ലാവരും ആത്മാവിൽ ആരാധിക്കുന്നത് കണ്ട്. മുക്കർണത്ത് പാർട്ടി ഉപദേശി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു യോഗം നടത്തിക്കൊണ്ടിരുന്നത്. അടുത്ത് വന്ന് ഞങ്ങളുടെ 2 പേരും പറഞ്ഞു, ഇനിയും ചിരിക്കുകയും വർത്താനം പറയുകയും ചെയ്തരുത്, ഇവിടെ ദൈവത്തെ ആരാധിക്കാണ്. കണ്ണടച്ചോണ്ട് കർത്താവെ എനിക്കും തരണേന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താണ് പാസ്റ്റർ എനിക്കും തരണേന്ന് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും മൂത്തവരെ അനുസരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നത് കൊണ്ട് 10 വയസ്സുള്ള ഞാൻ കർത്താവെ എനിക്കും തരണേ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവമക്കളെ, അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ വലിയൊരു പ്രകാശം ഞാൻ കണ്ടു. ആ പ്രകാശത്തിൽ വളരെ പൂക്കൾ കണ്ടു. അത് കഴിഞ്ഞ് 2 വെള്ള പ്രാക്കൾ താഴേന്ന് പറന്ന് എൻ്റെ ചുറ്റും തലയ്ക്ക് ചുറ്റും പറക്കുന്ന അനുഭവം എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഒരു കൈ എൻ്റെ തലയിൽ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ദൈവമക്കളെ, ഞാൻ ആ ഹോള് മുഴുവൻ ആരെ കണ്ട് ഞാൻ ചിരിച്ചോ അവരാരാധിക്കുന്നതിലപ്പുറമായിട്ട് ആ ഹോള് മുഴുവൻ വട്ടത്തിൽ ചുറ്റി അന്യഭാഷയോടുകൂടി ഞാൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് തോന്നും 10 വയസ്സുള്ളത് ഇത് ചെയ്തതിന് എന്താ ഇത്ര അതിശയമെന്ന്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവമക്കളുടെ ഭവനത്തിൽ ജനിച്ചു വളർന്ന പേരൻസും ഗ്രാൻഡ് പേരൻസും എല്ലാം വിശ്വാസികളാകുമ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അത് ചെയ്താൽ നമുക്ക് അതിശയിക്കാൻ പറ്റുകയില്ല. എന്നാൽ അന്നത്തെ എൻ്റെ അനുഭവം, ഞങ്ങളെല്ലാവരും ഐത്തിളപ്പള്ളിയിലെ മെമ്പേഴ്സ് ആയിരുന്നു. ഞങ്ങൾക്ക് വേറൊന്നുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഹൃദയത്തിന് വളരെ സന്തോഷമുണ്ടായി. ആ ആരാധന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ആ സഭയിലെ സൺഡേ സ്കൂളിന് രാവിലെ പോയി. രാവിലെ സൺഡേ സ്കൂളിന് അവിടെ പോയേച്ച് ആ സൺഡേ സ്കൂൾ കഴിഞ്ഞാണ് പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നത്. അന്ന് ഞങ്ങൾ ഇതുപോലെ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു, എളുപ്പം വാ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സൺഡേ സ്കൂളും കഴിഞ്ഞതിന് എളുപ്പം റോഡിലോട്ട് കയറിയപ്പോഴുണ്ട്
ഒരമ്മച്ചിയും ഒരമ്മാമ്മയും കൂടെ വരുന്നു. ആ അമ്മാമ്മ എനിക്കൊരു ബൈബിൾ എൻ്റെ കൈ തന്നു. ആ ബൈബിൾ എൻ്റെ കൈ തന്നിട്ട് അതൊരു ന്യൂ ടെസ്റ്റമെന്റ് ആയിരുന്നു, പുതിയ നിയമവും സങ്കീർത്തനങ്ങളും ഉള്ള പുസ്തകം. എനിക്കത് ഒത്തിരി സന്തോഷമായി ആ പുസ്തകം എൻ്റെ കൈ കിട്ടിയപ്പോൾ. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരു ബൈബിളേ ഉള്ളായിരുന്നു. അത് ഞങ്ങൾക്ക് പിള്ളേർക്ക് ആർക്കും തരത്തില്ലായിരുന്നു. എൻ്റെ പിതാവോ മാതാവോ എടുത്ത് വായിക്കുകയും അത് ഞങ്ങൾ കീറുമെന്നും പറഞ്ഞ് മേശപ്പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ സ്വന്തമായിട്ടൊരു ബൈബിൾ കിട്ടിയപ്പോൾ എനിക്കത് വളരെ സന്തോഷമായി. എന്നാൽ ആ അമ്മാമ എന്നോട് പറഞ്ഞു, മോളെ നീ ഇന്ന് സഭായോഗത്തിന് വാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലില്ല, ഞാൻ വരത്തില്ല, എനിക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് പോകണം, ഞങ്ങളുടെ മൂഴിയിൽ അച്ഛൻ എന്നെ വഴക്ക് പറയും, ഞാൻ വരുവല്ല യോഗത്തിനെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേന് എൻ്റെ സഹോദരനും ബാക്കിയുള്ളവരെല്ലാം പള്ളിയിൽ പോയി. എൻ്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളായിരുന്നു. അമ്മ പറഞ്ഞു, എല്ലാവരും പോയി, മോളെ നീ എന്നെ ഇത്രയും താമസിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ, ആ പുളിമൂട്ടിലെ അമ്മാമ്മ എനിക്കൊരു ബൈബിള് തന്നു, എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു ബൈബിള് സ്വന്തമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചു വന്നു. പക്ഷെ അമ്മാമ്മ പറഞ്ഞു, ഞാൻ സഭായോഗത്തിന് ചെല്ലണമെന്ന്. എന്നിട്ട് മോൾ എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, ഞങ്ങളുടെ അച്ഛൻ എന്നെ വഴക്ക് പറയും, അങ്ങനെയാണെങ്കിൽ എനിക്ക് പുസ്തകവും വേണ്ട, ഞാൻ ഇനി സൺഡേ സ്കൂളിലും വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എന്നാ മോള് വരണ്ടാന്നും പറഞ്ഞ് എന്നെ വിട്ടെന്ന് പറഞ്ഞു ഞാൻ. അപ്പോഴെന്റെ അമ്മ എന്നോട് പറഞ്ഞു, മോളെ എല്ലാരും പള്ളിയിൽ പോയല്ലോ, നീ തന്നെ പോകണ്ടായോ, അതുകൊണ്ട് മോള് സഭായോഗത്തിന് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ചാച്ചൻ എന്നെ വഴക്ക് പറയും, എന്റെ ബ്രദറിന് 14 വയസ്സുണ്ട്, എല്ലാത്തിനും എന്നെ അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്യും. ചെയ്തിട്ട് ഞങ്ങൾ 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്നിച്ചു ആകും. അങ്ങനെ അമ്മ പറഞ്ഞോളാമെന്ന്. അങ്ങനെ ഞാൻ സഭായോഗത്തിന് പോയി. സഭായോഗത്തിന് നേരിയ നാളത്തോടാ പോയത്. ഞാൻ ആദ്യം പോവുകയാ. അവിടെ ചെന്നപ്പോ ഈ കണ്ട അമ്മാമ്മ തന്നെ യോഗം തുടങ്ങുന്നതേ ഉള്ളൂ. എന്നോട് പറഞ്ഞ, മോള് വന്നോ, ഒത്തിരി സന്തോഷമായെന്ന് എന്നെ തിരിച്ച് ഇരുത്തിയിട്ട് എന്നോട് പറയുക, മോള് സാക്ഷ്യം പറയണം. ഞാൻ പറഞ്ഞു, സാക്ഷ്യം പറയാനോ, എനിക്കറിയത്തില്ല, ഞാൻ ഇറങ്ങി പോവാ, എനിക്ക് സഭായോഗത്തിന് ഇരിക്കണ്ടെന്ന്. ഉടനെ വീണ്ടും പറഞ്ഞു, മോളെന്നാ പറയണ്ട, യോഗത്തിലിരിക്കാൻ പറഞ്ഞു. ദൈവമക്കളെ, ഇത്ര പ്രാർത്ഥന കഴിഞ്ഞു, പാട്ടുകൾ കഴിഞ്ഞു, സങ്കീർത്തനം വായന കഴിഞ്ഞു. അത് കഴിഞ്ഞ് സാക്ഷ്യത്തിന്റെ സമയത്ത് കൊച്ചു കുട്ടികൾ എഴുന്നേറ്റപ്പോ ഈ അമ്മാമ്മ എന്നോട് പറഞ്ഞു, മോളൂടെ എഴുന്നേക്കാൻ. എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. മോക്ക് അറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നെങ്കിലും പറഞ്ഞിരിക്കാൻ പറഞ്ഞു എന്നോട്. ദൈവമക്കളെ, അവിടെ ഞാൻ മൂത്തവരെ അനുസരിക്കുന്ന ആ സ്വഭാവത്തിന് ഞാൻ എഴുന്നേറ്റ് നിന്നു. സത്യം പറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ബാക്കി എനിക്കിരിക്കുന്നില്ല. ഞാൻ വാക്യം പറഞ്ഞ് അഭ്യസിച്ചവര് പറയുന്നത് പോലെ സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയ എൻ്റെ വേദപുസ്തകം അന്ന് രാവിലെ കിട്ടുക. ഞാനത് ആദ്യമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് തുറന്നു. സഭായോഗത്തിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് 139 സങ്കീർത്തനമാണ് എൻ്റെ കണ്ണിൽ കണ്ടത്. ഞാൻ അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങള് സാക്ഷ്യം കഴിഞ്ഞ ആ വാക്യങ്ങൾ വായിച്ചു. യഹോവേ, നീ എന്നെ ശോധനയിൽ അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. ഇത് ഈ വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ഞാൻ സാക്ഷി പറഞ്ഞിരുന്നു. ദൈവമക്കളെ, ദൈവസഭയാകെ എല്ലാവർക്കും അതിശയമായി. കാരണം 10 വയസ്സുള്ള കൊച്ചായി ഞാന് സഭായോഗം എന്തുവാ, സാക്ഷി എന്തുവാ ഒന്നും അറിയാത്ത ഞാന് അന്ന് ചെന്ന് പ്രായമുള്ളവര് പറയുന്നത് പോലെ സാക്ഷ്യം പറഞ്ഞ് വേദപുസ്തകം പറഞ്ഞ് 3-4 വാക്യങ്ങൾ വായിച്ച് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞിരുന്നു. നമുക്കെല്ലാവർക്കും ഇന്ന് പ്രത്യേകത കാണുകയില്ല. എന്നാൽ അന്നത്തെ കാലത്ത് അത് വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. കാരണം നമസ്കാരക്രമത്തിലെ പ്രാർത്ഥനകളും കുർബാനയും അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. കാരണം ഞാൻ വേറെങ്ങും പോയിട്ടുമില്ല. വേദപുസ്തകം എനിക്കാരും വായിക്കാൻ തരത്തില്ലായിരുന്നു. ഞാൻ അന്ന് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ സ്വന്തം ബുക്ക് എടുന്ന് ആദ്യമായിട്ട് സ്വർണ്ണപ്പഞ്ചിന്റെ 139 സങ്കീർത്തനത്തിന്റെ 1ത്തെ വാക്യങ്ങൾ വായിച്ചത് ഞാൻ അന്ന് തന്നെ കാണാതെ പഠിച്ചു.
അന്ന് മുതൽ ഇന്ന് വരെയും വേദോസം തുറക്കുമ്പോൾ ആദ്യം എന്റെ വായിൽ വരുന്ന വാക്യങ്ങളാണത്. അതെന്റെ കുറിവാക്യമായിട്ട് ഇന്ന് വരെയും ഞാൻ സൂക്ഷിക്കുന്നു. എന്നാൽ സഭായോഗത്തിന് പോയി ഞാൻ വീട്ടിൽ വന്നു. എന്റെ സഹോദരൻ തന്നെ നീ എവിടെ ആയിരുന്നു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ സഭായോഗത്തിന് പോയെന്ന്. നീ എന്നുമല്ല പെന്തക്കോസിൽ പോയത്, നീ എന്തിനാ സഭായോഗത്തിന് പോയത്, നീ എന്താ പള്ളി വരാൻ പറഞ്ഞെന്നെ വഴക്ക് പറഞ്ഞു. ദൈവമക്കളെ, എന്നാലും അതെന്റെ ജീവിതത്തിന് വളരെ ഒരു പ്രത്യാശ നൽകുന്ന ഒരു അനുഭവമായിരുന്നു. ആ സഭായോഗത്തിന് കൂടിയതും തലേ ദിവസം അഭിഷേകത്താൽ നിറഞ്ഞതും എന്നെ വളരെ ഉത്തേജനം നൽകിയ ഒരു കാര്യമായിരുന്നു. അന്ന് മുതൽ ഞാൻ എൻ്റെ വീട്ടില് രാവിലെയും വൈകിട്ടും ഇരുന്ന് പാട്ടുപാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ അത് കേൾക്കുവാനും കാണുവാനുമായിട്ട് ഞങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് അനേകർ കടന്നു വന്നിരുന്നു. എന്നിട്ട് അത് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലരൊക്കെ ചിരിച്ചു, ചിലരൊക്കെ കളിയാക്കി, ചിലരൊക്കെ ദൈവത്തെ സ്തുതിച്ചു. ചിലര് ഇന്നും നമ്മുടെ പെന്തക്കോസിന്റെ അനുഭവത്തിൽ നിൽക്കുന്ന പല പ്രമുഖരും അന്ന് എന്നെ കളിയാക്കിയവരും ഞാൻ പ്രാർത്ഥിക്കുന്നത് കാണാൻ വന്നവരുമുണ്ട്. ഞാൻ അങ്ങനെ പോയി എന്റെ സഹോദരന്റെ അരിക്കല് എനിക്ക് ആ പെന്തക്കോസിന്റെ ആരാധനയ്ക്ക് പാനൊക്കത്തില്ല. എന്നാൽ എന്റെ മനസ്സ് അവിടെയും ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച സൺഡേ സ്കൂൾ കഴിഞ്ഞ് സഭായോഗത്തിന് പോകാനുള്ള മനസ്സ് എനിക്കുണ്ടെങ്കിലും പള്ളിയിൽ കുർബാനയ്ക്ക് മാത്രമേ പോകാൻ എന്നെ അനുവദിച്ചിരുന്നുള്ളൂ. എന്നാൽ എന്റെ പിതാവ് ഒരു റബ്ബർ ടാപ്പിങ്ങുകാരനായിരുന്നു. ഞങ്ങൾ 6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്റെ സഹോദരന് കോളേജിൽ പോയി പഠിച്ചു. ഞങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും കോളേജിൽ ഫീസ് കൊടുക്കാനും എല്ലാം കൂടെ എന്റെ പിതാവിനെ കൊണ്ട് സാധിക്കാതെ ഇരുന്നു. അന്ന് എന്റെ മൂത്ത സഹോദരന് ഹൈസ്കൂളിൽ പഠിച്ച് പ്രീ ഡിഗ്രി പഠിച്ച് BSc കയറിയപ്പോഴത്തേന് പുള്ളി താഴെയുള്ള കുട്ടികൾക്കൊക്കെ ട്യൂഷൻ കൊടുത്തുകൂടാണ് എന്റെ ചാച്ചൻ അന്ന് ഫീസ് കൊടുത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. പുള്ളി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്ക് ഒരു ചാച്ചനും ചില ഫ്രണ്ട്സും കൂടെ ട്യൂഷൻ സെന്ററിലെ ക്ലാസ് എടുത്ത് അങ്ങനെ കിട്ടുന്ന ഫീസും കൊണ്ടാണ് ചാച്ചൻ പഠിച്ചതും. എനിക്ക് കോളേജിൽ ഞാൻ കയറി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച് എനിക്ക് ഫീസ് തന്നതും എല്ലാം അങ്ങനെയാണ്. ഞാൻ അത് പറയാൻ കാര്യം, അങ്ങനെ എന്നെ വളർത്തിയ എന്റെ ചാച്ചനാണ്. ചാച്ചൻ വരയ്ക്കുന്ന വരയ്ക്ക് അപ്പുറം ഞാൻ കിടക്കുന്നവളല്ല. എന്നാൽ എന്റെ ചാച്ചൻ ഡിഗ്രി കഴിഞ്ഞ് തുടർന്ന് പഠിക്കാൻ കഴിവില്ലാതെ നാഗാലാൻഡിൽ ടീച്ചറായി ജോലിക്ക് പോയി. ചാച്ചൻ പോയി കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് BSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടില് കല്ലുമല കുഞ്ഞുമോൻ സാർ അല്ലെ ME ജേക്കബ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗ് നടന്നു. ഞാൻ രാത്രിയിൽ ആ മീറ്റിംഗ് കേൾക്കാൻ പോയി. ഞാൻ കേൾക്കാൻ പോയപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ള ആ വാക്യം വായിച്ച് കുഞ്ഞുമോൻ സാർ പ്രസംഗിച്ചു. ഞാൻ അപ്പോഴോർത്തു, ഈ പെന്തക്കോസ്തുകാരുടെ ഇടയില് ഈ ഉപദേശം ഇന്ന് കൊടുക്കേണ്ട ആവശ്യം എന്താ? അതപ്പോ എന്നോട് തന്നെയാണെന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. ഞാൻ എന്റെ വീട്ടിൽ വന്ന് ഞാൻ എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന്. എന്റെ അച്ചാച്ചനും എന്റെ അമ്മച്ചിക്കും അത് കേട്ടപ്പോൾ അവർക്ക് വളരെ അതിശയമാണ് തോന്നിയത്. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടും അഭിഷേകം പ്രാപിച്ചിട്ടും 7 വർഷമായിരുന്നെങ്കിലും അപ്പോഴും എനിക്ക് ആഭരണത്തോടുള്ള മോഹവും വസ്ത്രത്തോടുള്ള മോഹവും മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന എന്റെ കാതും കഴുത്തും പറിച്ച് എന്റെ കമിലും മാലെ ഊരാൻ ഞാൻ തന്നെ പറഞ്ഞത് കേട്ടപ്പോൾ എന്റെ മാതാപിതാക്കൾക്ക് അതിശയമായി. എന്റെ അച്ചാച്ചൻ പറഞ്ഞു, മോളെ നീ പറഞ്ഞത് നല്ല കാര്യമാ, പക്ഷെങ്കിൽ നിന്റെ സഹോദരൻ അറിയാതെ നിനക്കത് ചെയ്യാൻ പറ്റുമോ? എന്റെ പിതാവിനോട് അത്രയും മാത്രം ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നാല് പിറ്റേ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. ഇത് ബുധനാഴ്ച വൈകിട്ടാണ് ഞാൻ എന്റെ പിതാവിനോട് ഇത് പറഞ്ഞത്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ച ആ സഭയിൽ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാൻ വ്യാഴാഴ്ച രാവിലെ നാഗാലാൻഡിലുള്ള എന്റെ സഹോദരന് വേണ്ടിയിട്ട് ഒരു എഴുത്തെഴുതി, ചാച്ച എനിക്ക് സ്നാനപ്പെടുവാൻ ആഗ്രഹമുണ്ട്, ചാച്ചന്റെ അഭിപ്രായം എന്നെ എത്രയും പെട്ടെന്ന് അറിയിക്കണം.
നിങ്ങൾക്കറിയാം, ഇത് 50 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് നാഗാലാൻഡിൽ ഒന്നും ഫോണൊന്നും വിളിക്കാനൊന്നുള്ള കഴിവ് നമുക്കാർക്കും ഇല്ല. എഴുതിയാൽ അത് 2 ആഴ്ച കൊണ്ടേ അങ്ങ് ചെല്ലുകയുള്ളൂ. ഞാനത് ചെയ്തെന്ന് വരുത്താൻ വേണ്ടി ചെയ്തു. എന്നാൽ ഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് വരെയും ആ ലെറ്ററിന് എനിക്ക് മറുപടി വന്നിട്ടില്ല. എന്നാൽ ആ വ്യാഴവും വെള്ളിയും ശനിയും ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിച്ചു ദൈവമക്കളുടെ കൂടെ. ഞായറാഴ്ച രാവിലെ കല്ലുമല കുഞ്ഞുമോൻ സാറിന്റെ കൈക്കീഴിൽ ഞാൻ സ്നാനപ്പെട്ടു. കത്രിമേശ എടുത്തു. സദായോ കൂടി കത്രിമേശ എടുത്തു പോകണം. എന്റെ ഹൃദയത്തിന് ഞാൻ ഇന്ന് വരെയും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷത്തെ ഞാൻ നിറയാൻ തുടങ്ങി. ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നാൽ എന്റെ സഹോദരനെ ഭയമുണ്ട്. എന്നാൽ മനം തകർന്നവരെയൊക്കെയും അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ദൈവം എന്നെ സമാധാനിപ്പിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്റെ ചാച്ചന്റെ എഴുത്തും മറുപടിയൊക്കെ വന്നു. പക്ഷെ ഈ കാര്യം, ഈ എഴുത്ത് കിട്ടിയതായിട്ടോ അതിന്റെ മറുപടിയോ ചാച്ചൻ അറിയിച്ചില്ല. അന്ന് മുതല് ഞാൻ വളരെ സന്തോഷവും സമാധാനവും ഉള്ളവളായി. എന്നെന്തോ നേടിയെടുത്തൊരു പ്രതീതി എന്റെ ജീവിതത്തിൽ വരുവാൻ തുടങ്ങി. ദൈവമക്കളെ, അധികം നാൾ കഴിയുന്നതിന് മുമ്പ് എന്റെ ഇളയ സഹോദരി, ഞാൻ പ്രീതിക്ക് കഴിഞ്ഞു, അവൾ പശുപീഡിസിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അവൾ ആരോടും അഭിപ്രായം ചോദിക്കാതെ അവൾ തന്നെ സ്ഥാനപ്പെട്ടു. എന്റെ ചാച്ചനോട് ഞാൻ ഇങ്ങനെ ഒരു ലെറ്ററെങ്കിലും എഴുതി, അവൾ അതും ചെയ്തു. അത് കഴിഞ്ഞ് ഡിസംബർ ചാച്ചന അവധിക്ക് 2 വർഷം കഴിഞ്ഞ് അവധിക്ക് വീട്ടിൽ വന്നതാ. ഞങ്ങളെല്ലാരും സന്തോഷിച്ച് ചാച്ചൻ 2 വർഷത്തിന് ശേഷം വന്ന് ഞങ്ങൾ വളരെ സമാധാനിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടിരിക്കുന്നതാണ് രാവിലെ. അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്മച്ചി, ആ അമ്മച്ചിയും ഞങ്ങളും കൂടി ഞാൻ രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ചതിനും സ്നാനപ്പെട്ടതിനും ഇടയ്ക്കുള്ള 7 വർഷങ്ങളിലായിട്ട് ഈ അമ്മച്ചിയും ചാച്ചനും ഞാനും എല്ലാം കൂടെ നമ്മളുടെ സമുദായക്കാരുടെ വീടുകളിൽ യോഗത്തിന് പോവുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഈ അമ്മച്ചി എന്റെ ബ്രദറിനോട് പറഞ്ഞു, മോനെ, നീ ഇതെല്ലാം അറിഞ്ഞോ, നമ്മുടെ പെൺപിള്ളേർ 2 നമ്മളെ ഇട്ടേച്ചു പോയി. ഓ, എന്റെ ചാച്ചന കഴിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റു. പെൺപിള്ളേർ 2മോ? ഞാൻ എഴുത്തെഴുതി ചാച്ചനറിയാം. എന്റെ ഓമന ചാച്ചനോട് ചോദിച്ചു. ചാച്ചന് കൈ കഴുകാൻ വെച്ചിരുന്ന കിണ്ടിയും വെള്ളവും എടുത്ത് പാലിയോട്ട് മേശപ്പുറത്തുനിന്ന് പാത്രങ്ങൾ ഓരോന്നെറിയാൻ തുടങ്ങി. ചവിട്ടാൻ തുടങ്ങി. ജനൽ പൊലിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നടന്നു. ഈ പറഞ്ഞ അമ്മച്ചി ഇത് കണ്ട് ഭയപ്പെട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി. ദൈവമക്കളെ, 2 വർഷത്തിന് ശേഷം എന്റെ ചാച്ചൻ അവധിക്ക് വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇരുന്നതല്ലാതെ കഴിച്ചില്ല. ഞങ്ങളുടെ വീട്ടിലുണ്ടായ അവസ്ഥ ഞങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചു. നീയാണ് ഇതിനെല്ലാം കാരണക്കാരിച്ച് എന്ന് പറഞ്ഞ എന്റെ ചാച്ചൻ എന്റെ പുറകെ പറഞ്ഞ വരെ കൊണ്ടാക്കാൻ തുടങ്ങി. ഞാനൊന്നും മിണ്ടിയില്ല. എന്നാൽ അതിന് മുമ്പായിരുന്നെങ്കിൽ ഞങ്ങൾ 2 കൂടെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ചാച്ചനൊന്ന് പറഞ്ഞ് ഞാൻ 2 പറയുന്നവളായിരുന്നു. ചാച്ചൻ എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കത്തില്ല. എന്നാൽ ചാച്ചൻ അടിച്ചേച്ച് ക്ഷമിച്ചു പോകുമ്പോഴും ഞാൻ 2 ഓമന പേരും കൂടെ ചാച്ചനെ വിളിച്ച് തിരിച്ചു വന്നെന്നെ അടിച്ച് ഞാൻ അതുപോലെ ക്ഷീണിക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ചാച്ചൻ ഇത്രയും എന്നെ ദേഷ്യപ്പെട്ടിട്ടും വഴക്ക് പറഞ്ഞിട്ടും ഒരു വാക്ക് പോലും എന്റെ നായിൽ നിന്ന് വന്നില്ല. നീ അങ്ങ് മാനസാന്തരപ്പെട്ടോടി എന്ന് ചോദിച്ചാണ് പിന്നെ എനിക്ക് വഴക്ക്. ഒന്ന് പറഞ്ഞാൽ നീ 7 പറയണ്ടായിരുന്നല്ലോ, അടിക്കണ്ടെന്ന് കരുതിയാലും നീ അടി വാങ്ങിക്കുന്നവളായിരുന്നല്ലോ എന്നും പറഞ്ഞ് പിന്നെ എന്നെ വഴക്ക് പറയാൻ തുടങ്ങി. ഞാനൊന്നും മിണ്ടിയില്ല ദൈവമക്കളെ. അത് ഞങ്ങൾ ഒരു കണക്കിന് അന്ന് ഉച്ചയ്ക്കും കഴിച്ചെന്ന് വരുത്തി. വൈകുന്നേരം ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളായിരുന്നു. എല്ലാരും കൂടെ പെരുന്നാളിന് പാലൊരുങ്ങിയപ്പോൾ ചാച്ചനും എന്റെ അച്ചാച്ചനും എന്റെ അമ്മയും എന്റെ ഇളയ സഹോദരന്മാരും കൂടെ ഒരുങ്ങി. ഞാനും എന്റെ അനിയത്തിയും ഒരുങ്ങിയില്ല. ഞങ്ങളോട് പള്ളിയിൽ പാൻ ഒരുങ്ങാൻ പറഞ്ഞ് ഞങ്ങൾ ഒരുങ്ങിയില്ല. ഓമനെ ഒരുങ്ങടി ഓമനെ പറഞ്ഞു രാജമ്മ ചേച്ചി ഒരുങ്ങാൻ ഞാൻ ഒരുങ്ങാമെന്ന്. രാജമ്മയെ ഒരുങ്ങാൻ പറഞ്ഞു. പിന്നെയും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്നെ നിർബന്ധിക്കരുത് ചാച്ച. അതിലും ശ്രേഷ്ഠമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്.
എന്നെ ശക്തരാക്കുന്നത് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എനിക്കത് മാത്രം പറയാനേ അന്നേരം കഴിഞ്ഞുള്ളൂ. നിനക്ക് ശക്തിയൊക്കെ ദൈവത്തിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് വീണ്ടും എന്നെ വഴക്ക് പറയാൻ തുടങ്ങും. ഒരുങ്ങടി ഡ്രസ് പറഞ്ഞ് ഞങ്ങളെ രണ്ടിനെയും പുറകെ നടന്ന് വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനിയും എന്നെ ഞാൻ നിർബന്ധിക്കരുത്. ചരടിലേക്ക് വീഴുന്നത് നായാണ്. വേണ്ടെന്ന് വെച്ചതിലേക്ക് ഞാൻ ഇനിയും തിരിഞ്ഞു പോകുകയില്ല. ചാച്ചൻ എന്നെ അടിച്ചാലും കൊന്നാലും ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു. എന്റെ ചാച്ചൻ വീണ്ടും അവിടെ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് അച്ചാച്ചനും അമ്മയും ചാച്ചനും ഇളയ സഹോദരങ്ങളും കൂടെ അവർ പള്ളിയിൽ പോയി. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ദൈവമക്കളെ, ഞങ്ങളിങ്ങനെ ഞാൻ അഭിഷേകം പ്രാപിച്ച് ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ ഞാൻ അന്യഭാഷ പറയുന്നത് കേൾക്കുമ്പോ എന്റെ ചാച്ചന് ദേഷ്യമായിരുന്നു. ഒരു ദിവസം ചാച്ചൻ എന്നെ എങ്ങോട്ടോ പാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അതെന്താടി? ഞാൻ പറഞ്ഞു എനിക്ക് തലവേദനയാണ്. നിനക്ക് തലവേദനയാ? കാരണം എന്താണെന്നറിയാമോ? പട്ടിണി കിടന്ന് അപ്പപ്പ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് ഞാൻ അന്യഭാഷ പറയുന്നത് പോലെ എന്നെ കളിയാക്കാൻ തുടങ്ങി. അതാണക്ക് തലവേദന. നിനക്ക് മരുന്നിന്റെ ആവശ്യമല്ല. നിന്റെ തല നെല്ലിച്ചാട്ടം വെക്കണം. നിന്റെ തല ചൂട്, നിന്റെ രക്തം ചൂടായി തലയ്ക്ക് ചൂട് പിടിക്കുക. നിനക്ക് നെല്ലിക്കാത്തോളം വെക്കണം. റോസക്കമ്പ് കൂട്ടിക്കെട്ടി അടിച്ചു നിന്റെ മുള്ളുകൊണ്ട് അടിച്ചു നിന്റെ തൊലി വലിച്ചിരിക്കണം. ഇങ്ങനെല്ലാം പറഞ്ഞ് എന്റെ ശാസ്ത്രനെ ഒരുപാട് കളിയാക്കാൻ തുടങ്ങി. അതെനിക്ക് അന്നാലും ഞാൻ അന്നേരത്തെ ഒരുപാട് ചാച്ചോട് മറുപടി പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ എന്ന് രക്ഷിക്കപ്പെട്ടോ. അതിനുശേഷം എന്റെ സഹോദരനോട് ഞാൻ ഒന്നിനും മറുപടി പറയത്തില്ല വഴക്ക് പറയുമ്പം. അതിനു മുമ്പ് ഞാൻ ആ ചാച്ചനെ അടിച്ച് ചാച്ചൻ തന്നെ ക്ഷീണിച്ചു പോയി കഴിയുമ്പം ഞാൻ രണ്ടോമനെ പേര് വിളിച്ചു കഴിയുമ്പം വീണ്ടും വന്നാൽ പുള്ളി എന്നെ കണ്ടുമായിരുന്നു. അന്ന് എനിക്കത് അറിയത്തില്ല. ഒരു ദിവസം എന്നെ അതുപോലെ അടിച്ചപ്പം ഞാൻ ക്ഷീണിച്ച് ഞാൻ കരഞ്ഞു ഞാൻ എന്നാലും ചാച്ചൻ പോയി കഴിഞ്ഞപ്പോ എന്റെ ആ സ്വഭാവത്തിന് ഞാൻ 2 വാക്ക് പറഞ്ഞു. തിരിച്ചു തന്നെ അടിച്ചപ്പോഴ ഞാൻ ഒരുപാട് കരഞ്ഞു. അത് സ്നാനപ്പെടുന്നതിന് മുമ്പ് അന്ന് എന്റെ അമ്മ എന്റെ അരിക്ക് അമ്മ വിഷമം കൊണ്ട് എന്റെ അരിക്ക് വന്നത് അതെനിക്ക് അറിയത്തില്ല. എന്നാ മോളെ ഇങ്ങനെ ചോദിച്ചെന്നെ കളി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം ചാച്ചനോടാ ഇഷ്ടം, എന്നെ ആർക്കും ഇഷ്ടമില്ല. ആന്നടി, നിന്നേക്കാൾ 4 വയസ്സിന് മൂത്തതാണ് നിന്റെ സഹോദരൻ. അവനോട് നീ വായിലെ നാക്കിട്ട് വായി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. നിന്റെ നാക്ക് വായിലിടാൻ ഞാൻ പറഞ്ഞ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ സങ്കടം വന്നു. അമ്മയ്ക്ക് മോനോടാ ഇഷ്ടം, എന്നെ ആർക്കും ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ എന്റെ അച്ചാച്ചന്റെ മാതാവും പിതാവും താമസിക്കുന്നത് ഞങ്ങളുടെ അടുത്താ. ഞാൻ എന്റെ ചില ഡ്രസ് എടുത്ത് അവിടെ പോകാമെന്നോർത്ത് ഞാൻ മുറിക്കകത്ത് കയറി ചെല്ലുമ്പോഴേ എന്റെ അമ്മ എന്റെ മൂത്ത സഹോദരനോട് പറയാണ്, മോനെ നീ ഇങ്ങനെ അടിച്ചാലേ ആ പെൺകൊച്ച് ചത്തുപോകും. അവള് നിന്നെക്കാട്ട് 4 വയസ്സിന് ഇളയതല്ലേടാന്ന്. അപ്പ ചാച്ചൻ പറയാ അമ്മയോട്, അമ്മ ഒരുത്തി ആ പെണ്ണിനെ വഷളാക്കിയത്, അവൾ അതുകൊണ്ടാ മറുപടി പറഞ്ഞ് ഇങ്ങനെ അടി വാങ്ങിക്കുന്നെന്ന്. അത് കേട്ടപ്പോ എന്റെ ഹൃദയത്തിന് ഭാരം വന്നു. ഒരമ്മ മനസ്സ് ഞാൻ മനസ്സിലാക്കിയത് അന്നാണ്. എന്റെ അരിക്ക് വന്ന് എന്നെ കുറ്റപ്പെടുത്തി ഞാൻ അന്ന് സഹോദരനോടും പള്ളള പറഞ്ഞെന്നും പറഞ്ഞു. സഹോദരന്റെ അരിക്കച്ചെന്ന് സഹോദരനെ കുറ്റപ്പെടുത്തി അവള് കൊച്ചു കുഞ്ഞ, അവള് ചത്തുപോകുമെന്നും പറഞ്ഞു. എന്റെ അമ്മേനെ മടിയിൽ കയറി ഞാൻ എന്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുത്ത് അമ്മ എനിക്ക് ഉമ്മ ഞാൻ അന്ന് ഒരുപാട് കരഞ്ഞു. അതിപ്പിന്നെ എന്റെ അമ്മയെ ഒരു ദിവസം പോലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരമ്മയുടെ സ്ഥാനം അന്നാണ് എനിക്ക് മനസ്സിലായത്. 2 പേർക്കും ആ ഇടയിൽ നിന്ന അവസ്ഥ. എന്നാൽ ഈ സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ എന്റെ ചാച്ചനോട് ഒരു വാക്കും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ നെല്ലിച്ചാട്ടം വെച്ച് മുള്ളുകൊണ്ട് അടിച്ചു പോരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു. എന്നിട്ട് നിനക്കൊന്നും എന്നത് പറയാനില്ലയോ? ഞാൻ പറഞ്ഞു, ഞാനൊന്നും മിണ്ടിയില്ല. നീ അങ്ങ് മാനസാന്തരപ്പെട്ടില്ലയോ എന്നെല്ലാം ചോദിച്ചെന്നെ വർത്താനം പറയിപ്പിക്കാമോന്ന് നോക്കി ഞാൻ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ പുള്ളിയുടെ കൂട്ടുകാരന്റെ അരിക്കെ പോയി അവരൊരു മുറിക്കകത്തിരുന്നാണ് DSCയുടെ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് അവിടെ ചെന്നപ്പോൾ അവന്റെ മമ്മി പറഞ്ഞു, അവന് ആന്റിബയോട്ടിക്കിന്റെ ടാബ്ലറ്റ് കഴിക്കണം, അവ സമയത്ത് കൊടുക്കണം, അതുകൊണ്ട് അവൻ ഇന്ന് വരുന്നില്ല പഠിക്കാൻ. കുഞ്ഞ് തന്നെ പോയി മുറിയിലിരുന്ന് പഠിക്കാൻ പറഞ്ഞു.
ദൈവമക്കളെ, അന്ന് എന്റെ ചാച്ചൻ അവനെയും കണ്ടേച്ചിറങ്ങി വന്ന് മുറിക്കകത്ത് പ്രാർത്ഥിക്കാനിരുന്നു, പഠിക്കാനിരുന്നപ്പോൾ എന്റെ ചാച്ചൻ വലിയ ഭക്തനാണ്. അവൻ പ്രാർത്ഥിക്കാതെ ഒന്നും ചെയ്യുന്നവനല്ല. പുള്ളി വേദോസ്തി വായിച്ചു പ്രാർത്ഥിക്കുന്നു. ചാച്ചന് എന്നെ അങ്ങനെ കരയിപ്പിച്ചാണ് പുള്ളി പോയത്. അവിടെ ചെന്നിരുന്നോണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പരിശുദ്ധാത്മാഭിഷേകം എന്നുള്ളതാണെങ്കിൽ അതെനിക്ക് നീ എന്ന് പറഞ്ഞ എന്റെ ചാച്ചൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, അന്ന് വൈകിട്ട് രാത്രി 10 മണി കഴിഞ്ഞ സമയമാണ്. അതൊരു നാക്കവലയാണ്. കോവലിലോട്ട് പോകുന്ന റോഡ്, ഉച്ചപ്പാറയ്ക്ക് പോകുന്ന റോഡ്, ഐറ്റിളയ്ക്ക് പോകുന്ന റോഡ്, ഒഴുവമ്പാറയ്ക്ക് പോകുന്ന റോഡ്, ഈ 4 റോഡിന്റെ നടുക്കുള്ള ഒരു മുറിക്കാട്ടിരുന്നായിരുന്നു എന്റെ ചാച്ചൻ പ്രാർത്ഥിച്ചത്. എന്റെ ചാച്ചന്റെ വലിയ ശബ്ദമാ. അതിലൂടെ ആത്മാവിലൂടെ ആയപ്പോൾ വലിയ ശബ്ദത്തിൽ മുഴക്കത്തോടുകൂടി എന്റെ സഹോദരൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അയൽവക്കക്കാരെല്ലാം ഇറങ്ങി നോക്കി ഇതെന്താണെന്ന്. ആർക്കും മനസ്സിലായില്ല. ദൈവമക്കളെ, പിറ്റേ ദിവസം രാവിലെ എന്റെ സഹോദരൻ വീട്ടിൽ വരുമ്പോൾ തിരിച്ചോണ്ട് കയറി വന്നു. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. എനിക്ക് തലേ ദിവസത്തെ ദുഃഖം അന്നേരം കൊണ്ട് എന്നെ നെല്ലിക്കാത്തുള്ള മക്കളെന്നും റോസം കൊണ്ടുപോയി അടിക്കണമെന്നും പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. എനിക്കല്ലാതെ ഒന്നും മിണ്ടാനില്ലെന്നും കൊണ്ട് ചിരിച്ചോണ്ട് വന്ന് എന്റെ കൈകളിൽ പിടിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, ചാച്ചനും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അപ്പോൾ തലേ രാത്രി ചാച്ചൻ പോയപ്പം മുതൽ ഞാൻ പ്രാർത്ഥിക്കാം വീട്ടിലിരുന്ന്, കർത്താവേ, പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അവസ്ഥ എന്റെ ചാച്ചന് നീ മനസ്സിലാക്കി കൊടുക്കണമെന്ന്. ദൈവമക്കളെ, ഞാൻ ചാച്ചന് അഭിഷേകം പ്രാപിക്കുന്ന സമയത്തും ഞാൻ എന്റെ വീട്ടിലിരുന്ന് എന്റെ ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആത്മാഭിഷേകത്തിന്റെ അവസ്ഥ എന്റെ ചാച്ചനെ നീ മനസ്സിലാക്കണമെന്ന്. അങ്ങനെ ചാച്ചൻ അഭിഷേകം പ്രാപിച്ച് മടങ്ങി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തന്ന് ഞങ്ങൾ 2 പേരും ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ചാച്ചൻ അന്ന് കോളേജിൽ പോയത്. ദൈവമക്കളെ, അന്നെ ചാച്ചന് അഭിഷേകം പ്രാപിച്ചതാ. പുള്ളിക്ക് ഇപ്പൊ അഭിഷേകത്തെ കുറിച്ച് സംശയമില്ല. എന്നാൽ സ്നാനത്തെ കുറിച്ച് പുള്ളി സ്നാനത്തെ വെറുക്കുന്നു. എന്റെ ദൈവം സകലവും നന്നായി ചെയ്യുന്നവനാണ്. അവൻ ചെയ്യുന്നതെല്ലാം വലിയതും നല്ലതുമാണെന്ന് അനുഭവത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സമാധാനത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് പ്രാർത്ഥിക്കുവാനല്ലാതെ എനിക്കൊന്നിനും കഴിയുന്നില്ല. അന്നും എന്നാ ഇവരെല്ലാവരും കൂടെ അന്ന് കർത്താവെ പെരുന്നാളിന് പോയി. പള്ളിയിൽ പെരുന്നാളിന് പോയി. ഞാനും സഹോദരിയും പോയില്ല. മാതാപിതാക്കളും ചാച്ചനും ഇളയ സഹോദരങ്ങളുടെ പള്ളിയിൽ പോയി. ഞാൻ എന്റെ അനിയത്തിയും കൂടെ വീട്ടിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമുണ്ട്. പ്രത്യേകിച്ചുള്ള പ്രയാസം ചാച്ചന്റെ മേലെ അനുസരണക്കേട് കാണിച്ചതാണ്. ഞങ്ങൾ വീട്ടിലിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. ഞങ്ങൾ പള്ളിയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പോൾ എന്റെ അനിയത്തി എന്നോട് ചോദിച്ചു, രാമ ചേച്ചി, നമ്മളെ ഇനി ആരാ പഠിപ്പിക്കുന്നേ? നമ്മൾക്ക് ഇനി ആരാണ് ഫീസ് തരുന്നത്? നമ്മുടെ കാര്യം ആര് നോക്കും? ഞാൻ എന്റെ മോളോട് പറഞ്ഞു. എന്റെ അനിയത്തിന് പ്രയാസം കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ടായി. ഞാൻ അവളോട് പറഞ്ഞു, മോളെ, സാരപ്പെടണ്ട, അറ്റ്ലീസ്റ്റ് നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും അറിയാം, മലയാളം സംസാരിക്കാനും അറിയാമല്ലോ. നമുക്ക് അതുകൊണ്ട് വല്ല മലയാളം നമുക്ക് ഇവിടെ ബൈബിൾ കോളേജിലെങ്ങാനും പോയി നമുക്ക് അതെങ്കിലും പഠിക്കാം. നീ ഒന്നും ഓർത്ത് ഭാരപ്പെടണ്ട മോളെ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ലെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ജീവിക്കുന്നു മോളെ. ഞാൻ അവളെ ദൈവമക്കളെ ഞാൻ സമാധാനിപ്പിച്ചു. എന്നാൽ എന്റെ ഹൃദയത്തിനും ഭാരം ഉണ്ടായി. ഇനി എന്ത് ചെയ്യും? എന്റെ സഹോദരൻ രാവിലെ പറഞ്ഞു കഴിഞ്ഞു, ഓ, നിങ്ങളുടെ കാര്യത്തിലായി. ഇനി നിങ്ങളെ പഠിപ്പിക്കുന്നതും കല്യാണം കഴിപ്പിക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും ഒക്കെ ആരാണെന്ന് അറിയണം. കുഞ്ഞുമോൻ സാറും ഉപദേശിമാരും ഒക്കെ കാണുമല്ലോ. ഞാൻ ഇനി നിങ്ങൾക്ക് സഹോദരനുമല്ല, നിങ്ങൾ എനിക്ക് പെങ്ങന്മാരുമല്ല. ഞങ്ങൾ പള്ളിയിൽ ചെല്ലാമെന്നാണ് അങ്ങനെ പറഞ്ഞേച്ചു പോയത് മക്കളെ. എന്നാൽ ഇവര് പള്ളിയിൽ എല്ലാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ പോയേച്ച് വന്ന് കയറി വരുമ്പോഴ എന്റെ സഹോദരൻ മുൻപോട്ട് ലൈറ്റ് പോലും കാണാതെ ഓടുക. കാരണം ഞാനും എന്റെ സഹോദരിയും കൂടെ പായയിലിരുന്ന് പ്രാർത്ഥിക്കാണ്ടിരുന്നു. ഞങ്ങൾ ഒരു പാട്ട് പാടി. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാം, പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കാം, സാക്ഷി പറയാൻ പറഞ്ഞാൽ അത് ചെയ്യാം.
എന്നാ പാട്ട് പാടാൻ എനിക്കറിയത്തില്ല, പാട്ട് പറയാനേ അറിയത്തുള്ളൂ. ഞാനും എൻ്റെ സഹോദരിയും കൂടെ ഒരു പാട്ട് പാടിയേച്ച് ഞങ്ങൾ വേദോസ്തം വായിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമക്കളെ, അതിശയമല്ല, ഞാനുള്ളത് പറയാണ്. ഞാനും എൻ്റെ ഇളയ സഹോദരിയും ഒരേ ഭാഷയില്, ഒരേ ട്യൂണില്, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഇത് കേട്ടുകൊണ്ടാണ് സഹോദരങ്ങളും താഴെ നിന്ന് കയറി വരുന്നത്. അപ്പോഴെന്റെ സഹോദരന് അച്ചാച്ചനോടും അമ്മയോടും പറഞ്ഞു, ചോർച്ചിൽ വെട്ടത്തിൽ പോകാന്ന് പറയുമ്പം പറഞ്ഞു, നമ്മൾ അങ്കിട്ടം കാണാൻ പോയി. കുഞ്ഞുങ്ങൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് എന്റെ പിതാവ് ചോദിച്ചു. നിനക്കിപ്പോഴാണോടാ മാനസാന്തരം വന്നത്? നീ ഉച്ചയ്ക്ക് ആ കുഞ്ഞുങ്ങൾക്ക് സമാധാനം കൊടുത്തോ? അവര് വേണ്ടാത്തത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവരുടെ നല്ല പ്രായത്തില് അവര് കാതും കഴുത്തും പോലും പറിച്ച് ഞങ്ങൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി. അവര് നീ എന്തിയാ പറഞ്ഞത്? അവര് തോന്നിയവാസമാ പോയതെന്ന് എന്ന് പറഞ്ഞ് എന്റെ മാതാപിതാക്കളും ചാച്ചൻ അവരെക്കാൾ മുമ്പിൽ കയറി വന്ന് ഷൂ ഊരിയിട്ടിട്ട് ഞങ്ങളുടെ പായിലിരുന്ന്, ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഞങ്ങൾ കഥക് ചാരിയിട്ടേ ഉള്ളായിരുന്നു, കുച്ചിയിട്ടിട്ടില്ലായിരുന്നു. എന്റെ സഹോദരൻ കഥക് തുറന്ന് ഞങ്ങളിരുന്ന പായെ കയറി വന്ന് മുട്ടുകുത്തി. ഞങ്ങൾ മൂന്നും ആ ഒരു സമയത്ത് ഒരുപോലെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ അയൽവക്കക്കാരെല്ലാം പറഞ്ഞു, കുരുളക്കുഞ്ഞ് നാഗാലാൻഡിൽ നിന്ന് വന്ന് പെങ്ങന്മാരെ സുറിയാനി പഠിപ്പിക്കുകയാണെന്ന്. അങ്ങനെ പറയും. ഞങ്ങൾ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചു. എന്നാൽ അതിനുശേഷം എന്റെ സഹോദരൻ ഞങ്ങളെ ആത്മാവിലായതിനും അന്യഭാഷ പറയുന്നതിനും സ്നാനപ്പെട്ടതിനും ഒന്നും വഴക്ക് പറഞ്ഞിട്ടില്ല. എന്നാൽ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, എന്റെ കൂട്ടുകാരി വരുമ്പോൾ അവരുടെ മുമ്പിലെങ്ങും ഇങ്ങനെ കാതും കഴുത്തും പറിച്ചോട് ഇറങ്ങി നിൽക്കരുതെന്ന്. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അതിന്റെ ആവശ്യം എനിക്കൊട്ടില്ലെന്നും കരുതി ഞാൻ. എന്നാൽ ദൈവമക്കളെ, ഞാനൊരു അതിശയം പറയട്ടെ. പിറ്റേ ദിവസവും ഞായറാഴ്ച ഞാൻ അവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സഭയില് ഞാനിപ്പോ സൺഡേ സ്കൂൾ ടീച്ചറാണ്. ഇപ്പം ഇവര് പള്ളിയിൽ പോകാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഞാൻ സൺഡേ സ്കൂളിന് പോകും. അതുകൊണ്ട് എന്റെ ചാച്ചൻ എന്നോടൊന്നും പറയാനൊക്കത്തില്ല. ഞാൻ സൺഡേ സ്കൂളും കഴിഞ്ഞ് സഭായോഗവും കഴിഞ്ഞേ വീട്ടിൽ വരത്തുള്ളൂ. എന്നാൽ എന്റെ സഹോദരിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവളോട് പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ പള്ളിയിൽ വന്നാണ്. അവള് പറഞ്ഞു, ഞാൻ വരത്തില്ല. ചാന ചേച്ചി പോയവിടെ ഞാനും സഭായോഗത്തിനെ പോകത്തുള്ളൂ. സൺഡേ സ്കൂൾ കഴിയുമ്പോഴത്തേക്കും ഞാൻ സഭായോഗത്തിന് പോകുമെന്ന് നിർബന്ധിക്കരുതെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. പറഞ്ഞു വെച്ച് പോയി. 2 മാസത്തെ അവധി കഴിഞ്ഞ് ഞാൻ ഒരു ബ്രദറുമില്ല, നിങ്ങൾ 2 പെങ്ങന്മാർ എനിക്കുമില്ല. കല്ലുമല കുഞ്ഞുമോൻ സാറും അവരുടെ ഉപദേശിമാരും കൂടെ നിങ്ങളെ പഠിപ്പിക്കുവോ, നിങ്ങളെ കെട്ടിക്കുവോ, നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുകയോ ചെയ്യട്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്റെ ചാച്ചന് പറഞ്ഞു, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവനെന്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഇല്ലെന്ന്. അങ്ങനെ യഹോവയുടെ ദൂരം തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്ന ദൈവമായതുകൊണ്ട് അത്രയും ഒക്കെ പറഞ്ഞ് എനിക്ക് നിലനിൽക്കുവാൻ ദൈവമാണ് കൃപ തന്ന ദൈവമക്കളെ. ഞാൻ ഓർത്തു എന്റെ സഹോദരൻ പറഞ്ഞതുപോലെ വാക്ക് പാലിക്കുമെന്ന്. എന്നാൽ ആ വിഷയം ഒന്ന് പറയട്ടെ. എന്റെ പഠിത്തം കഴിഞ്ഞു. എന്റെ ചാച്ചന്റെ കൂട്ടുകാരൻ ഒരാൾ നാഗാലാൻഡിൽ പോയപ്പോൾ അവരുടെ കൂടെ ഞാനും ചെല്ലാൻ പറഞ്ഞു. ഞാനപ്പോൾ അതിശയിക്കുകയാണ്. ഇങ്ങനെ ഒരാങ്ങളെയും ഇല്ല, ഇങ്ങനെ പെങ്ങന്മാരും എനിക്കില്ലെന്ന് പറഞ്ഞ ചാച്ചൻ എന്നെ നാഗാലാൻഡിൽ കൊണ്ടുപോയി. ഞാൻ അവിടെ സ്കൂളിൽ ജോലി ചെയ്തു. 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ നാഗാലാൻഡിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വരുമ്പോഴാ എന്റെ ചാച്ചന്റെ വിവാഹമൊക്കെ ആയി. ചാച്ചന് എവിടെയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ഒക്കെ ലോകന്മാരവരുണ്ട്. അങ്ങനെ 78 എന്റെ ചാച്ചന്റെ വിവാഹം കഴിഞ്ഞു. എന്നാൽ 79 ആയപ്പോൾ തന്നെ എന്റെ ചാച്ചൻ അമേരിക്കയ്ക്ക് വരേണ്ട സമയമായി. ദൈവങ്ങളെ ഞാൻ ചുരുക്കി പറയുകയാണ്. അതിന് മുമ്പായിട്ട് എന്റെ ചാച്ചന് എന്റെ കല്യാണം നടത്തിയിട്ട് പോരണം. അതിനു വേണ്ടി ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചു. നിങ്ങൾക്കൊക്കെ അതിശയം വരണ്ട. എനിക്ക് വേദപുസ്തകം ആദ്യം ഗിഫ്റ്റ് തന്ന ആ കൊച്ചമ്മയുടെ സഹോദരനാണ് എന്നെ കല്യാണം കഴിച്ചത്. ദൈവം ഞങ്ങളെ ഇന്ന് വരെയും സൂക്ഷിക്കുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫെബ്രുവരി 8 എന്റെ കല്യാണം കഴിഞ്ഞു. ഫെബ്രുവരി മാർച്ച് ഞാൻ സ്കൂളിൽ പോയി. എന്നാൽ മെയ് കഴിഞ്ഞ് ജൂൺ മാസത്തിൽ ഞാൻ സ്കൂളിൽ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ എന്റെ നാത്തൂൻ എന്നോട് പറഞ്ഞു, ഈ വേദവസം തന്നെ കൊച്ചൻ പറഞ്ഞു, നമ്മളെ
ഇവിടുന്ന് ആരും ജോലിക്ക് പോകണ്ട പെണ്ണുങ്ങള്. ഇവിടുത്തെ കാര്യം നോക്കി ഇവിടെ നിൽക്കുന്ന പെണ്ണുങ്ങളാണ് നമുക്ക് വേണ്ടത്. മോള് സ്കൂളിൽ നിന്നും പഠിപ്പിക്കാൻ പോകണ്ടെന്ന്. അതെന്റെ ജീവിതത്തിന് വലിയ പ്രയാസം ഉണ്ടായി. ഞാന് ഈ നേഴ്സിങ്ങിന് എല്ലാവരും പോയപ്പോൾ എനിക്ക് നേഴ്സിങ് ഇഷ്ടമല്ല. ആ ബ്ലഡൊക്കെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയില്ല. ഞാൻ അതുകൊണ്ടാണ് ടീച്ചിക്ക് പോയത്. ദൈവമക്കളെ, എന്റെ ഗൃഹത്തിന് വളരെ ഭാരമുണ്ടായി സ്കൂളിൽ പോകാതിരുന്നപ്പോൾ. എന്നാൽ വീണ്ടും ആ ദുഃഖം എന്റെ മനസ്സിലൊതുക്കി ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ നിന്ന് അന്നേരത്ത് മനസ്സെന്നക്കേട് കാണിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു. എന്നാൽ എന്റെ കർത്താവ് എന്നെ സൂക്ഷിച്ചു, പരിപാലിച്ചു. എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദാനം തന്നു. മൂത്ത മോൾക്ക് 12 വയസ്സും, രണ്ടാമത്തെ മോൾക്ക് 9 വയസ്സും, ഇളയ മോൾക്ക് 4 വയസ്സും പ്രായമുള്ളപ്പോൾ എനിക്ക് വലിയ തലവേദന ഉണ്ടായി 2-3 ദിവസം. അതിനുശേഷമായിട്ട് എനിക്ക് ഭയങ്കര ദാഹമുണ്ടായിട്ട് ഞാൻ എത്ര വെള്ളം കുടിച്ചാലും എന്റെ ദാഹം തീരാത്ത പോലുള്ള അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നു. എന്നെ പല ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി. അവരൊക്കെ നോക്കിയിട്ട് എനിക്കൊരു രോഗവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം 8-9 ഡോക്ടർമാർ ഒന്നിച്ചിരുന്ന് ചിന്തിച്ചിട്ട് അവര് പറഞ്ഞു, എന്റെ ഇവിടെ ഒരു വെയിന് എങ്ങനെ വർക്ക് ചെയ്യാത്ത ആ അവസ്ഥയാണ്, തലയിലോട്ടുള്ള ഒരു വെയിലിന്റെ, അതാണ് എന്റെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞു. എനിക്കറിഞ്ഞിവിടെ ഒടുവിൽ അവരെനിക്ക് കണ്ടുപിടിച്ച് മരുന്ന് ഊട്ടിയിലോ സിംഗായിലോ പോയി കുറച്ച് താമസിക്കുക, അല്ലെങ്കിൽ അമേരിക്കയിലെങ്ങാനും വിസിറ്റിങ്ങിനെങ്കിലും പോകാൻ നോക്കുക. അന്ന് എന്റെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടെന്നും എന്റെ സഹോദരൻ ഇവിടെ ഉണ്ടെന്നും ഒന്നും ആർക്കും അറിയത്തില്ല. മക്കളെ, എന്റെ സഹോദരന് 78-79 ഇവിടെ വന്നു. എനിക്ക് എന്റെ ഇളയ മോക്ക് 4 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ഈ വയ്യാത്തത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് എപ്പോഴും വെള്ളം കുടിക്കണം, ബാത്റൂമിൽ പോകണം, യൂറിൻ പാസ് ചെയ്യുക, വെള്ളം കുടിക്കുക. ഈ 2 ജോലി മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു. ചിലപ്പോൾ എന്റെ ശരീരത്തിൽ ഭയങ്കര ചൂടാണ്. ഫ്രീസറിൽ നിന്ന് ഐസ് വാരി തുണികൾക്കകത്ത് കെട്ടിയും കവറിനകത്ത് ഇട്ടുമൊക്കെ പൊതിഞ്ഞ് എന്റെ കൈകാലുകളിലൊക്കെ വെച്ച്, അതുപോലെ ഐസ് വലിയ പാത്രത്തിലിട്ട് അതിനകത്ത് എന്റെ കാല് വെച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ രോഗത്തിന് ആർക്കും മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒടുവില് ഞാൻ ഉറങ്ങാത്തതിന് അവരെനിക്ക് അല്പം മരുന്ന്, 2.5 തുള്ളി മരുന്ന് എന്റെ മൂക്കിൽ സ്പ്രേ ചെയ്താൽ ഞാൻ 1 മണിക്കൂർ ഉറങ്ങും. ദൈവമക്കളെ, ആ മരുന്ന് എനിക്ക് കൊറിയറില്ല, ഡൽഹിയിൽ നിന്നാണ് അയച്ചു തന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം എന്റെ ആ മരുന്നും തീർന്നു. എനിക്ക് സുഖമില്ലാതെ ഞാൻ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോഴ എന്റെ ഇളയ മോള് 4 വയസ്സുള്ള കുഞ്ഞറിഞ്ഞു എന്റെ മരുന്ന് തീർന്നെന്ന്. അവളവിടെ ചേച്ചിമാര് 9-12 വയസ്സുള്ള ചേച്ചിമാര് വരുന്നതും നോക്കി വരിക്ക് നിന്നിട്ട് പറഞ്ഞു, ചേച്ചിമാരെ, നമ്മുടെ അമ്മയുടെ മരുന്ന് തീർന്നു പോയി. നമ്മുടെ അമ്മ മരിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനും അങ്ങ് ചാകും. ഞാൻ പുട്ടുണ്ടാക്കത്തി എടുത്ത് വെട്ടി ഞാൻ ചാകുമെന്ന് പറഞ്ഞ എന്റെ കുഞ്ഞ് പറഞ്ഞു. ചേച്ചിമാർ രണ്ടും കരഞ്ഞു. അങ്ങനെ എന്റെ മാതാപിതാക്കൾ ഇവിടുന്ന് അവിടെ വന്നിട്ട് അവർക്ക് എന്നെ ഇട്ടിട്ട് പോരാൻ കഴിയാഞ്ഞിട്ട് അവരുടെ ടിക്കറ്റും ക്യാൻസലായി. അവരെല്ലാരും വളരെ വിഷമത്തിലായി. ദൈവമക്കളെ, അതിശയം എന്ന് പറയട്ടെ, അവസാനം ഞങ്ങൾ കോസ്മോ ഹോസ്പിറ്റലിൽ ചെന്ന്, ഞാനും എന്റെ ഭർത്താവും കൂടി ഹോസ്പിറ്റലിൽ ചെന്ന്, എന്റെ ഒരു ബോട്ടിൽ മരുന്നുണ്ട് മൂക്കിൽ സ്പ്രേ ചെയ്യുന്നത്. ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ, ഇത് എനിക്ക് എത്ര നാൾ ഉപയോഗിക്കണമെന്ന്. ഡോക്ടർ എന്നോട് ഉടനെ പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് ജീവിക്കുന്നിടം വരെ ഈ മരുന്ന് ഉപയോഗിച്ചാൽ അല്പം ഉറങ്ങാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കെന്റെ ഹൃദയത്തിന് വളരെ ഭാരം ഉണ്ടായിട്ട് ഞാൻ ആ 8-ാം നിലയുടെ മണ്ടയ്ക്ക് നിന്ന് ആ എന്റെ കയ്യിൽ മരുന്നെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്റെ ദൈവം ജീവിക്കുന്നു, ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് ഞാൻ പറഞ്ഞവൻ എന്നെ വിടുവിക്കും. അവൻ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ മരുന്ന് ഇനിയും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അത് ദൂരേക്കെറിഞ്ഞു. എന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഉള്ളിടത്തോളം ഞാനിത് വാങ്ങിച്ചു വരും, നീ എന്തിനാ വിഷമിക്കുന്നെന്ന്. ഞാൻ പറഞ്ഞല്ല, 3 പെൺകുഞ്ഞുങ്ങളെ എനിക്ക് തന്ന ദൈവത്തിന് എന്നെ വിടുവിക്കാൻ കഴിയും. വിടുവിച്ചില്ലെങ്കിലും ഇനി ഞാൻ ഈ മരുന്ന് ഉപയോഗിക്കുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. എന്റെ ദൈവമക്കളെ, ഞാൻ സത്യം പറയട്ടെ,
എന്റെ രോഗത്തിന് ഒരു കുറവുമില്ലാത്തതുപോലെ തോന്നി. ഞാൻ രാത്രിയുടെ യാമങ്ങളിലൊക്കെ എഴുന്നേറ്റ് വന്ന് എന്റെ കുഞ്ഞുങ്ങൾ 3 ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും. എന്റെ മൂത്ത കുഞ്ഞുങ്ങൾ 2 ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ 2 പേരും പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ LKG മുതൽ അവർ 1ാമത് തന്നെയായിരുന്നു. എന്നാൽ എൻ്റെ ഇളയ കുഞ്ഞിന് ഒരു വാക്ക് പോലും പറഞ്ഞു കൊടുക്കാനോ അവളെ പഠിപ്പിക്കാനോ എനിക്ക് കഴിയത്തില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടുകൊണ്ട് വളരെ കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന ദൈവത്തിന്റെ കൃപ, ദൈവം എന്നെ സഹായിച്ചു, എന്നെ വിടുവിച്ച് കുറച്ചൊക്കെ എനിക്ക് ആശ്വാസം തന്നു. എൻ്റെ മാതാപിതാക്കളും മടങ്ങിപ്പോയിരുന്നു. ദൈവമക്കളെ, നാട്ടിലാണെങ്കിലും നമുക്ക് പലപ്പോഴും പലതും ചെയ്യാൻ കഴിയാത്ത കളരെ സാഹചര്യമുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ വീട്ടില് ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനായിരുന്നു. ഞാൻ വേറൊരു വീട്ടിൽ വന്ന് ഞാനും കുഞ്ഞുങ്ങളും എൻ്റെ ഭർത്താവും തന്നെ 4-5 വർഷം താമസിക്കാൻ തുടങ്ങി. കുടുംബത്തിൽ നിന്ന് വന്നു. അവിടെ വന്നപ്പോൾ എനിക്ക് തുണി അലക്കി തന്നെ ഉണങ്ങി തരുന്നതൊന്നും മാറ്റി മടക്കി വെക്കാൻ പോലും കഴിവില്ലാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ അവസ്ഥ. ഞാനാണ് അങ്ങനെ ഇരിക്കുമ്പോൾ 99 ഇവിടെ വരാൻ ദൈവം കൃപ ചെയ്തത്. മക്കളെ, ഞാൻ ആ അവസ്ഥയിൽ തന്നെ ഇച്ചിരി ക്ഷീണം മാറി എന്നുള്ളതേ ഉള്ളായിരുന്നു. ഞങ്ങൾ 1999 ഓഗസ്റ്റ് 12 ഇവിടെ വന്നു. ഒരാഴ്ച വീട്ടിൽ നിന്നു. 18-ാം തീയതി ഞങ്ങൾക്ക് ഇന്റർവ്യൂ ജോലിക്ക് വന്നു. ഞങ്ങൾ ജോലി ചെയ്യാൻ യൂണിപാസ് എന്ന കമ്പനിയില്, വഞ്ചിയുടെ പാസ് ഉണ്ടാക്കുന്ന ആ കമ്പനിയില് ഞാനും എൻ്റെ ഭർത്താവും ജോലിക്ക് പോയി. എന്നെ സ്റ്റാർട്ടിങ്ങിൽ നിർത്തി ദൈവമക്കളെ. 5 സാധനം കൺവെയർ ബെൽറ്റിൽ കൂടെ ഓരോ സാധനങ്ങൾ 5 എണ്ണം വെച്ചു വിടുന്ന ആ ബെൽറ്റിലാണ് എന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിന്നത്. എന്നാൽ അവിടെ 4.5 വർഷം വരെ ആ ജോലി ചെയ്യുവാൻ ദൈവം എന്നെ കൃപ ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ ലേ ഓഫ് ആയപ്പോഴാണ് ഒരു നേഴ്സിംഗ് ഹോമിൽ പോയി അവിടെ 5 വർഷം ജോലി ചെയ്യുവാൻ ദൈവം കൃപ തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ 2ാമത്തെ മോളുടെ കല്യാണത്തിന് ഞങ്ങൾ നാട്ടിൽ പിന്നെയും പോയി. ആ കല്യാണത്തിന്റെ തലേ ദിവസം ഞാൻ സ്ട്രോക്കായിട്ട് വൈകിട്ട് അവിടെ വീട്ടിലെല്ലാവരും വന്നിരിക്കുന്ന സമയമാണ്, ഓരോരുത്തരായിട്ട്. ആ സമയത്ത് തന്നെ എനിക്ക് തീരെ വയ്യാതെ, എനിക്കറിയത്തില്ല, ഞാൻ അല്ലാതെ നിന്നതേ എനിക്കറിയത്തുള്ളൂ. ഇവരെല്ലാം കൂടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ ഒരു സ്ട്രോക്കായിട്ട് എനിക്ക് സംസാരിക്കാൻ വയ്യാതെ എൻ്റെ കാലും കൈകൊന്നും കഴിവില്ലാത്ത അവസ്ഥയിലുമായി എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എൻ്റെ ഭർത്താവും എൻ്റെ മൂത്ത മോളും എൻ്റെ ഒരു 9-ാം തീയതി പെങ്ങളും കൂടെ എൻ്റെ അരിക്കലുണ്ട്. അവര് വെളുപ്പായപ്പം പിറ്റേ ദിവസം ഞങ്ങളുടെ കുഞ്ഞിന്റെ കല്യാണം വന്നു, 2ാമത്തെ കുഞ്ഞിന്റെ. ആ കുഞ്ഞ് രാത്രി മുഴുവൻ ഞങ്ങളെ നോക്കിയിരുന്ന് കാണാഞ്ഞിട്ട് അവള് ഉണ്ണാതെയും ഉറങ്ങാതെയും രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടി. വെളുപ്പായപ്പോൾ എൻ്റെ ഭർത്താവും മോളും നാത്തൂനും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോയി. കാരണം കല്യാണമാണ് രാവിലെ. എൻ്റെ അപ്പാപ്പൻ്റെ ഒരു മകനെ മാത്രം എൻ്റെ അടുക്കൽ നിർത്തിയിട്ട് അവര് വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ICU കിടക്കുക, എന്നെ എല്ലാം കുത്തി വെച്ച് കിടക്കുക. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എവിടാ? നിങ്ങൾ ഹോസ്പിറ്റലിലോ? ഹോസ്പിറ്റലിലോ? ഇന്ന് ജൂൺ 30 അല്ലയോ? ആന്നു. ഞങ്ങളുടെ മോളെ കല്യാണമായി ഇന്ന്, എനിക്ക് കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഈ അവസ്ഥയിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് വിടാൻ ഒക്കുമെന്ന്. ഞാൻ പറഞ്ഞു, വിട്ടില്ലെങ്കിൽ ഞാൻ പോകും, ഞാൻ എന്നിട്ട് എൻ്റെ സൂചി വലിച്ചു വരുമെന്ന് പറഞ്ഞു. അവിടെ ഇവിടെ എല്ലാം ട്യൂബ് കുത്തിയിട്ടിരുന്നു. ഡോക്ടർമാരോട് ഞാൻ പറഞ്ഞല്ല, ഞാൻ പോയേച്ച് വരാമെന്ന്. ഞാൻ സമ്മതിക്കയില്ലെന്ന് കണ്ടപ്പോൾ അവരെന്നെ അനുവദിച്ചു. ദൈവമക്കളെ, എൻ്റെ അപ്പാപ്പൻ്റെ മോൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. കല്യാണത്തിന് പോകാൻ ദൈവം കൃപ തന്നു. കല്യാണത്തിന് ചെന്നെങ്കിലും എനിക്ക് അല്പസമയം മാത്രം ഞാൻ എഴുന്നേറ്റ് വീട്ടിൽ വന്നു. ദൈവത്തിന്റെ കൃപയാല് ആ കല്യാണം കഴിഞ്ഞു. എൻ്റെ കുഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോന്നു. എന്നെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അത് അവൾ അറിഞ്ഞില്ല. എന്നാൽ 6-7 ദിവസം അവിടെ കിടന്നു. വീണ്ടും എന്നെ വീട്ടിൽ കൊണ്ടുവന്നു, ഏതാണ്ട് ഒരു ചെറിയ കുറവോടുകൂടി. എന്നാൽ അതിനുശേഷം വീണ്ടും ഞാൻ ഒക്ലഹോമയിൽ വന്നു. എനിക്ക് ജോലിക്ക് പോകാൻ വയ്യാതെ വന്നു. അങ്ങനെ 9 വർഷം ഒക്ലഹോമയിൽ ജോലി ചെയ്തേച്ച് ഞാൻ ജോലി വേണ്ടെന്ന് വെച്ചു. എന്നാൽ ദൈവം എന്നെ ഇന്ന് വരെയും നിർത്തിയിരിക്കുന്നു.
കർത്താവിന്റെ കൃപയാൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു സമാധാനമുണ്ട്. നിന്റെ മക്കളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കുന്നു. വാക്ക് പറഞ്ഞ കർത്താവിന്റെ കരങ്ങളിൽ എന്റെ കുഞ്ഞുങ്ങളെ 3 പേരെയും ഓരോരുത്തർക്കും വിവാഹം ചെയ്തു കൊടുക്കാനും 3 പേർക്കും 2ഉം 3ഉം കുഞ്ഞുങ്ങളായി അവരിന്നും ജീവിക്കുന്നു. എന്റെ ഇളയ മകൾക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇനിയും ജീവിക്കയില്ലെന്ന് ലോകം വിധി എഴുതിയത്. എന്നാൽ എന്റെ ഇളയ മകൾക്ക് ഇപ്പോൾ 31 വയസ്സ് കഴിഞ്ഞു. അവളുടെ കുഞ്ഞിന് 7 വയസ്സും കഴിഞ്ഞു. ഇത്രത്തോളം യഹോവ എന്നെ നിർത്തിയിരിക്കുന്നു. ഓർക്കും കർത്താവേ, എന്റെ കർത്താവ് എനിക്ക് അത്ര നല്ലവൻ. എന്റെ നന്മയല്ല, അവന്റെ കൃപയൊന്നു മാത്രമാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിമാനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് അന്ത്യം വരെയും എന്റെ കർത്താവിന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. എന്റെ കർത്താവിന് വേണ്ടി എന്നാൽ ആവോളം ചെയ്യുവാന് ഒന്നും കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ഇതിൽ നിന്ന് പ്രാർത്ഥിപ്പാന് കർത്താവിനെ ഇത്രത്തോളം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. 5 മാസത്തിന് മുമ്പ് വീണ്ടും ഞാൻ രോഗിയായിട്ട് അങ്ങനെ എനിക്ക് നടുവിന് ഭയങ്കര വേദന ഉണ്ടായിട്ട് എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടായി. ഞാൻ വടിയും കുത്തി നടന്നു, അതും എനിക്ക് പ്രയാസമായി. അപ്പോൾ വീൽ ചെയർ നടക്കാൻ തുടങ്ങി. ഒരു ദിവസം രാത്രിയിൽ ഞാൻ കിടന്നു കളഞ്ഞപ്പോ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, എന്റെ മക്കളും 3 ഞങ്ങളുടെ അടുത്തടുത്താണെങ്കിലും അവർ വേറെയാണ് താമസിക്കുന്നത്, ഞാനും എന്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ. രാത്രി കിടന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര തലയ്ക്ക് കരം പോലെ, എനിക്കൊന്നും അറിയാൻ വയ്യാത്തതുപോലെ എനിക്ക് വളരെ ക്ഷീണമെന്ന്. ഞാൻ ഒത്തിരി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ പുറമേ കരഞ്ഞുമില്ല, പ്രാർത്ഥിച്ചുമില്ല, ഉള്ളിലൊതുക്കി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് എന്തെങ്കിലും മക്കളെ, ഞാൻ വെളുപ്പിനെ കണ്ണ് പറഞ്ഞ് എനിക്ക് ബാത്റൂമിൽ പോകണം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ നോക്കുമ്പോ എന്റെ ഭർത്താവ് ഉറങ്ങുകയാ. ആ വീൽ ചെയർ ഇങ്ങോട്ടൊന്ന് നീക്കുവാനോ അതേ കയറി ഇരിക്കുവാനോ പോകുവാനോ എനിക്ക് കഴിവില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എതുക്കെ ഇന്നിട്ട് ഞാൻ ഭിത്തിയാൽ പിടിച്ചും കൊണ്ട് ബാത്റൂമിൽ പോയി. ഞാൻ കടന്നു വന്നേച്ച് ഞാൻ ബെഡിൽ ഇരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിന്നും കൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നെ സൃഷ്ടിച്ചവൻ നീയാണ്, എന്നെ വിളിച്ചവൻ നീയാണ്. എന്റെ മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിച്ചാലും എന്റെ പ്രിയപ്പെട്ടവരെന്നെ തള്ളിക്കളഞ്ഞാലും എന്നെ ചേർത്ത് കൊള്ളുന്ന ദൈവം നീയാണ്. എനിക്ക് നിൽക്കുന്നതിന് ലാഭവും മരിക്കുന്നതും എനിക്ക് ഒരുപോലെ കർത്താവേ, നീ എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞാൻ നിനക്കുള്ളവർ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ ദൈവമക്കളെ ശക്തിപ്പെട്ട് ആ അത് വീൽ ചെയർ കാലുകൊണ്ട് തൂത്ത് മുന്നോട്ടിറങ്ങിട്ട് ഞാൻ ശക്തിയോടെ ദൈവസന്നിധിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ആത്മാവിൽ എന്റെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, എന്റെ ഭർത്താവ് ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ഉണരുന്നത്. എനിക്ക് കട്ടിലെ കിടക്കത്തില്ല, നടുവിന്റെ വേദന കൊണ്ട്. ഞാൻ ഒരു സോഫായിലാണ് കിടന്നത്. എന്റെ ഭർത്താവിന്റെ അരിക്കിലുണ്ട്. എന്താണ് ഈ നീ എന്നെ വിളിക്കാതെ എണ്ണീക്കുന്നത്? പുള്ളി എണ്ണീക്കുമ്പോ ഞാൻ മുറിക്കാതെ തോടി നടന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയാണ്. അങ്ങനെ എന്റെ വടിയും എടുത്തെറിഞ്ഞു, എന്റെ വീൽ ചെയറും എടുത്തെറിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെയും ഇതിപ്പോൾ 6ാമത്തെ മാസമാണ് ഞാൻ ദൈവസന്നിധിയിൽ ഇന്ന് വരെ ഇരിക്കുന്നു. അനേകാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൊണ്ടിരിക്കുന്നു. എനിക്ക് സമയം പോയതുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം നിർത്തുകയാണ്. എന്റെ കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. എനിക്ക് അതിനകത്തൊന്നും പേടിയില്ല. ഈ പാൻഡമിക്കിൽ എനിക്ക് അതിനെ പേടിയില്ല. ദൈവമക്കളെ, എന്റെ കർത്താവ് അറിയാതെ എന്റെ തലയിലെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുകയില്ല. ക്രിസ്ത്യാവ് പ്രാർത്ഥിച്ചവന് 15 സംവത്സരം കർത്താവ് നീട്ടിക്കൊടുത്തു. എന്നാൽ എന്റെ കർത്താവ് എനിക്ക് 29 വർഷം കൂടെ നീട്ടി തന്നിരിക്കുക. ഇനി എന്റെ കർത്താവിന്റെ ഇഷ്ടം നടക്കണം. അത് മാത്രമേ എന്റെ ആഗ്രഹമുള്ളൂ. ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രേരണ
എനിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രയർ ലൈനാണ്. ദൈവമക്കളെ, എന്റെ കുടുംബം മൊത്തമായിട്ടൊരു വിശ്വാസത്തിലാണ്. ഞാൻ അത് പറയാൻ വിട്ടുപോയി. എന്റെ മാതാപിതാക്കൾ സ്നാനപ്പെട്ടു, എന്റെ ഇളയ സഹോദരൻ സ്നാനപ്പെട്ടു, എന്റെ മൂത്ത സഹോദരൻ ഏറ്റവും ഒടുവിലായിട്ട് സ്നാനപ്പെട്ടു. ഇന്ന് അദ്ദേഹം ഒക്ലോമാരുടെ സഭയുടെ പാസ്റ്ററാണ്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ അനേക സഭകൾ പുള്ളി നടത്തുന്നുണ്ട്. ദൈവം തമ്പുരാൻ ആർക്കും കടക്കാരനല്ല. നമ്മൾ ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിന് അത്യന്തപരമായ നന്മയുണ്ട്. നമ്മളെ നടത്തുവാൻ മതിയായവനാണ് നമ്മുടെ ദൈവം. എനിക്കത് മാത്രമേ പറയുവാനുള്ളൂ. ജോസഫിനോട് കർത്താവ് മറിയ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നവർ പറഞ്ഞപ്പോൾ യോസഫ് അവൾക്ക് വേണ്ടി നിന്ന് സഹിച്ചു, അപമാനം സഹിച്ചു. എന്തുകൊണ്ട്? കർത്താവിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷനായതുകൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ലോകത്തിലെങ്ങും നടത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ വലിയവനായ ക്രിസ്തു ജനിക്കുവാൻ കാരണമാക്കിയല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം മക്കളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിർത്തുന്നു. ദൈവം നാളെ സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കർത്താവിന്റെ ദാസി സിസ്റ്റർ രാജമേൽ കൂടെ കേൾക്കുവാൻ നമുക്കിടയായല്ലോ. ആരംഭത്തിൽ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ പ്രിയ സഹോദരി, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വഴികൾ എത്ര അത്ഭുതകരമായിട്ടാണ്. ആ കുടുംബത്തെ മുഴുവനും രക്ഷിക്കുവാൻ വേണ്ടി മാനസാന്തരത്തിലേക്ക്, സ്നാനത്തിലേക്ക്, ദൈവകൃപയിലേക്ക്, ശുശ്രൂഷയിലേക്ക് നടത്തേണ്ടതിന് വേണ്ടി ഒരു വ്യക്തിയെ അവിടുന്ന് ഉണർത്തി. പക്ഷേ ആ പ്രിയപ്പെട്ടവള് കടന്നുപോയ ജീവിതത്തിന്റെ സാഹചര്യങ്ങള്, കഷ്ടതകള്, പ്രതികൂലങ്ങളെല്ലാം ഹല്ലേലൂയ സ്വഭാവത്തിനൊക്കെ മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവവചനം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മിണ്ടാതിരിക്കേണ്ട സമയത്ത് മിണ്ടാതിരിക്കുവാനും, അല്ലെങ്കിൽ ജീവിതത്തിന് വന്ന മാറ്റം മുഖാന്തരം മറ്റുള്ളവർ കാണത്തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കാലം നമ്മുടെ ഹൃദയത്തെ വളരെ ചിന്തിപ്പിച്ച ഒരു സാക്ഷ്യമായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. ഹല്ലേലൂയ. കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും എല്ലാം കർത്താവ് അനുഗ്രഹിച്ചല്ലോ. ഈ രാജ്യത്തെ കടന്നു വരുവാനും ജോലി ചെയ്യുവാനും പൂർണ്ണമായി സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഇന്ന് നടക്കുവാൻ തക്കവണ്ണം ദൈവം ചെയ്ത അത്ഭുതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രാജ്മ സിസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ അവിവാത്സല്യമായി സ്നേഹിച്ച് വീണ്ടെടുത്തത് സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാജ്യത്തിന്റെ സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രണ്ടുപേർ ഐക്യമത്യത്തോടെ ഭൂമിയിൽ നിന്ന് എന്ത് യാചിച്ചാലും പിതാപുത്രൻ മഹത്വപ്പെടേണ്ടതിന് അവർ അങ്ങനെ തന്നെ ചെയ്യുമെന്നുള്ളത് എന്റെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തമാണ്. അത് കേട്ട് വിശ്വസിച്ച് വളർന്ന ഞാന് ഇന്നും അത് തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പാൻഡമിക്കിന്റെ സമയത്ത് ഞങ്ങളുടെ ഈ പ്രേയർ ലൈനെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചതുകൊണ്ട് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഭാരതത്തിന്റെ മധ്യത്തിൽ, ലോകത്തിന്റെ മധ്യത്തില് കർത്താവ് വിവിധ സാഹചര്യങ്ങളുടെ മധ്യത്തില് ഈ ലൈനിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ആശ്വാസം കൈക്കൊള്ളുവാനും കർത്താവ് വരുന്ന സാവകാശങ്ങൾക്കായി സ്തോത്രം. വചനം സംസാരിക്കുന്ന ഞങ്ങളുടെ ദാസന്മാരെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, നീ അനുഗ്രഹിക്കണം, നീ ബലപ്പെടുത്തണം, നീ സഹായിക്കണം, നീ ശക്തീകരിക്കണം. കർത്താവേ, പ്രാർത്ഥനയിലായിരിക്കുന്നവരെ, രാത്രിയും പകലും പ്രാർത്ഥനയിൽ പോരാടുന്നവരെ ഏൽപ്പിക്കുന്നു. കർത്താവേ, സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുന്നവരെ ഓർപ്പിക്കുന്നു. നല്ല പാട്ടുകൾ പാടുന്നവരെ ഏൽപ്പിക്കുന്നു. രാത്രിയും പകലുമായിരുന്ന ലീഡ് ചെയ്യുന്ന ദാസിദാസന്മാരെ കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നീ ഓരോരുത്തരെയും നിറച്ചു വഴി നടത്തിക്കാം. കർത്താവേ, അനേകർക്ക് കടന്നു വന്ന് പങ്കാളികളാകുവാൻ കർത്താവ് സഹായിക്കണം. എന്റെ പ്രവർത്തനോട് ക്ഷമിക്കണം. മഹത്വമെല്ലാം കർത്താവ് എടുക്കണം. യേശുവപ്പച്ചന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയുണ്ടായി കേൾക്കുമാറാകണമേ.